ദുർബലനായിരുന്നില്ല. ഒരു സന്യാസി എന്നുള്ള നിലയിൽ സന്യാസ മന്ദിരത്തിന്റെ അകത്തളങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നായിരുന്നില്ല സ്നാപക യോഹന്നാന്റെ പ്രവർത്തന മണ്ഡലം. സമൂഹത്തിൽ അനീതിക്കും അഴിമതിക്കും ദുരാചാരങ്ങൾക്കും അക്രമങ്ങൾക്കുമെതിരെ പോരാടിയ ഒരു ശ്രേഷ്ഠനായിരുന്നു സ്നാപക യോഹന്നാൻ. ഭരണാധിപനെ വഴിവിട്ട ജീവിതശൈലി അദ്ദേഹം അതിശക്തമായി വിമർശിക്കുന്നത് ഏറ്റവും ശ്രദ്ധേയമായി തോന്നുന്നത് തന്നെയാണ്. അന്നത്തെ സമൂഹം ധാർമ്മിക അധപതനത്തിന്റെ ഒരു മുഖമുദ്രയായിരുന്നു. തിന്മയും അധർമ്മവും പൊടികുത്തി വാഴുന്ന ഒരു കാലം അതെല്ലാ മേഖലയിലും പ്രകടമായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പുരോഹിതവർഗത്തിന്റെ നിലവാരം അന്നായിലും കയ്യാഫായാലും ഒക്കെ പ്രതിഫലിക്കുന്ന ഒരു കാലം ഇന്നത്തെ സമൂഹത്തിന്റെ ഒരു പതിവായി ചേർത്ത് വെച്ച് വായിക്കുവാൻ നമുക്ക് സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. സാമൂഹികവും കുടുംബപരവുമായിട്ടുള്ള നമ്മുടെ പശ്ചാത്തലങ്ങളിലെല്ലാം വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. മദ്യത്തിനും മയക്കുമരുന്നിനും കഴിവപ്പെടുന്ന മനുഷ്യർ ചെന്നപ്പെടുന്നതായ പ്രവർത്തനങ്ങളും അത് വരുത്തിവെക്കുന്നതായ അപകടങ്ങളും ദുരന്തങ്ങളും ഒക്കെ നാം ഇന്ന് അനുദിനം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. മനുഷ്യന്റെ ജീവിതത്തിൽ യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു കാലം. ഒരു പെൺകുട്ടിയുടെ നൃത്തത്തിന് അഭിനന്ദനം അർപ്പിച്ചപ്പോൾ മദ്യത്തിനും ലഹരിക്കും അടിമപ്പെട്ട ഒരു സമൂഹം നൃത്തം ചെയ്തും ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ അവിടെ നടക്കുന്ന ആ തിന്മ എത്രമാത്രം നമ്മെ ഞെട്ടിപ്പിക്കുന്ന ഒന്നാണ് എന്നുള്ളത് ഓർത്തു നോക്കിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സ്നാപക യോഹന്നാന്റെ തല കാലത്തിൽ തരണമെന്ന് പറയുന്നത് വായിക്കുമ്പോൾ നമുക്ക് അല്പം പ്രയാസം തോന്നുമെങ്കിലും ഇന്നെന്താണ് നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പണത്തിന് വേണ്ടിയും അധികാരത്തിന് വേണ്ടിയും സ്വാധീനത്തിന് വേണ്ടിയും സ്വന്തം സുഖത്തിന് വേണ്ടിയും അതിനെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയും എന്തും ചെയ്യുവാൻ കഴിയില്ലാത്ത ഒരു സമൂഹത്തിന്റെ മധ്യയാണ് നമ്മളൊന്ന് ജീവിക്കുന്നത്. ധാർമ്മികതയുടെ എല്ലാ താളവും തെറ്റിയ ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ അതിനെ സൂചിപ്പിച്ചതുപോലോ എല്ലാ മേഖലകളിലെയും മൂല്യച്യുതി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ആത്മീയത എല്ലാ അർത്ഥത്തിലും നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഒരു കാലം. അവിടെയെല്ലാം തികച്ചും ഭൗതികതയിൽ അധിഷ്ഠിതമായ ചിന്തകളും ഭൗതികതയിൽ അധിഷ്ഠിതമായിട്ട് ആഘോഷങ്ങളും ആചാരങ്ങൾക്കുമാണ് ഇന്ന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്നുള്ളത് യഥാർത്ഥത്തിൽ നമ്മെ മാറ്റി ചിന്തിപ്പിക്കേണ്ടതാണ്. പലപ്പോഴും പെരുന്നാളുകളും അതിന്റെ ആഘോഷങ്ങളുമെല്ലാം ആർഭാടങ്ങളിൽ മാത്രമായി ഒതുങ്ങിപ്പോകുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. മദ്യത്തിനും ലഹരിക്കുമോ കഴിവപ്പെട്ടുകൊണ്ടാണ് പലരും ഇന്ന് പെരുന്നാളുകൾ ആഘോഷിക്കുന്നത്. പെരുന്നാളിന്റെ പ്രദർശനമൊക്കെ കുരിശെടുത്തുകൊണ്ട് ദേശം കിട്ടുമ്പോൾ അതിലെല്ലാം പ്രകടമാകുന്ന പലപ്പോഴും ആഘോഷത്തിന്റെ പ്രത്യേകതയാണ്. ആത്മീയതയുടെ ആ ഒരു അന്തരീക്ഷത്തിൽ നിന്നും മാറി ഭൗതികതയുടെ പരിവേഷം പണിയുന്ന ആഘോഷങ്ങളായി നമ്മുടെ പെരുന്നാളുകളും പ്രദർശനങ്ങളും ഒക്കെ പലയിടങ്ങളിലും മാറ്റപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വളരെ വേദനാജനകമായ ഒരു കാര്യമാണ്. പ്രിയമുള്ളവരെ, പല DJ പാർട്ടികളും ഒക്കെ നടത്തുമ്പോൾ ഉണ്ടാകുന്ന ആഘോഷങ്ങളും ശബ്ദ കോലാഹലങ്ങളും ഒക്കെയാണ് ഇന്ന് നമ്മുടെ പ്രദർശനങ്ങളിലും ഒക്കെ കാണുന്നത്. നമ്മൾ മാറ്റി ചിന്തിക്കേണ്ടുന്ന ഒരു കാലം അതിക്രമിച്ചിരിക്കുന്നു. ഇങ്ങനെ പോയാൽ എത്ര കാലം നമുക്ക് ആധ്യാത്മികത നമ്മുടെ പിതാക്കന്മാർ പൂർവികന്മാർ നമുക്ക് പറഞ്ഞു തന്നതായ മാതൃക നമുക്ക് എത്രമാത്രം പിൻപറ്റുവാൻ സാധിക്കുന്നുണ്ട്. കാലം മാറുന്നതിനനുസരിച്ച് കാലത്തിന്റെ ഒഴുക്കിനനുസരിച്ച് നമ്മളെല്ലാം മാറ്റി ചിന്തിക്കുന്ന ഒരു കാലത്ത് ജീവിക്കുന്ന ഒരു സമൂഹമാണ് നമ്മൾ. നമ്മുടെ ആത്മീയതയും നമ്മുടെ പൗരാണികമായിട്ടുള്ള പാരമ്പര്യങ്ങളും ആചാരങ്ങളും ഒക്കെ അതിന്റെ ഗതികത്തോട് നമ്മൾ മാറ്റിമറിക്കുവാൻ ശ്രമിക്കുമ്പോൾ അവിടെ നഷ്ടമാകുന്ന നമ്മുടെ സഭയുടെ പൗരാണികതയും പൂർവികമായിട്ട് പിതാക്കന്മാർ നമുക്ക് പകർന്നു തന്നതായ ഒരു ആ പാരമ്പര്യമൊക്കെ തന്നെയാണ് പ്രിയമുള്ളത്. ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് ഇതെല്ലാം ഒപ്പിയെടുക്കുവാനായിട്ട് സാധിക്കും. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് രാജാവിന്റെ അരമനയിൽ നടന്ന ഒരു ആഘോഷം അത് രക്തത്തിന്റെ നിറവും മണവും ഉള്ളതായി മാറ്റപ്പെടുമ്പോൾ നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നാം നോക്കേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഭൗതികതയിൽ നിന്നും ആത്മീയതയിലേക്കുള്ളതായ യാത്ര നമ്മൾ ആരംഭിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണമായ നഷ്ടമായിരിക്കും സംഭവിക്കുവാൻ പോകുന്നത്. ആത്മാവിന്റെ രക്ഷയെ പ്രതിയുള്ളതായ വിശ്വാസത്തിൽ നയിക്കുന്നതിൽ നാം ഒരിക്കലും പരാജയം സംഭവിച്ചുകൂടാ. അങ്ങനെയുള്ള സമൂഹത്തെ നോക്കിയാണ് പറയുന്നത്, മനസ്സന്ധത്തിന് യോഗ്യമായ ഫലം കാര്യമെന്ന് തിന്മയുടെയും അധർമ്മത്തിന്റെയും വഴികൾ
വഴികളിലൂടെ സഞ്ചരിക്കുന്നവർക്ക് എല്ലാ അർത്ഥത്തിലും മനസ്സാന്തരത്തിന് അനുഭവയോഗ്യമായ ഫലം കായ്പാൻ അദ്ദേഹം പ്രബോധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായി ഉണ്ടായിരുന്ന ഉള്ളതുകൊണ്ട് പറയുവാൻ തുനിയരുത്. അബ്രഹാമിന് ഈ കല്ലുകളിൽ നിന്നും മക്കളെ ജനിപ്പിക്കുവാൻ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് സ്നാപക യോഹന്നാൻ മരുഭൂമിയിൽ പ്രഘോഷിക്കുന്നുണ്ട്. ഇന്നത്തെ സമകാലിക ജീവിതത്തിലും വ്യക്തികൾക്ക് ആവശ്യമായിട്ടുള്ള മനസാന്തരമാണ്. പിന്നിട്ട വഴികളെ കുറിച്ച് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കുന്നു. ഓരോ ദിവസവും നമുക്ക് ജീവിക്കുവാൻ തരുന്നത്, ജീവിക്കാൻ സാധിക്കുന്നത് ദൈവത്തിന്റെ കൃപാവോട് മാത്രമാണെന്ന് നമ്മൾ ചിന്തിക്കണം. നാളത്തെ പ്രഭാതം നമുക്ക് വേണ്ടി കാത്തിരിക്കുമെന്ന് നമ്മൾ ആരും കരുതരുത്. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നന്നായി ജീവിക്കുവാൻ, ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ദൈവത്തിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിച്ച് ജീവിക്കുവാൻ എനിക്ക് നിങ്ങൾക്കും ആവുന്നുണ്ടോ എന്ന് നമ്മളോട് തന്നെ ചോദിക്കണം. സമൂഹത്തിന്റെ തിന്മകൾക്കെതിരെ അതിശക്തമായ നിലപാടുകളുടെ സ്നാപക യോഹന്നാൻ തന്റെ ജീവിതം പോലും ജീവൻ പോലും പണയപ്പെടുത്തേണ്ടി വരുമ്പോഴും അദ്ദേഹത്തിന്റെ ദൗത്യ നിർവഹണം പൂർത്തീകരിച്ചിട്ടാണ് അദ്ദേഹം ഇവിടെ നിന്നും യാത്രയാക്കുന്നത്. കർത്താവിനെ മാമോദീസ നൽകുന്നതിലൂടെയും കർത്താവിനെ വേണ്ടി വഴിയൊരുക്കുന്നതിലൂടെയും അവന്റെ സുവിശേഷം പ്രസംഗിക്കുന്നതിന് തുടക്കം കുറിക്കുന്നതിലൂടെയും ആ പൂർത്തീകരണം നിർവഹിച്ചത് തന്നെയാണ് സ്നാപക യോഹന്നാൻ കർത്താവിൽ നിദ്ര പ്രാപിക്കുന്നത് എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഈ ഓർമ്മ നാം കൊണ്ടാടുമ്പോൾ ആ പരിശുദ്ധനും മധ്യസ്ഥരാക്കപ്പെട്ടുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുവിന്റെ ആഗമനത്തിലുള്ള വഴിയൊരുക്കിയാണ് സ്നാപക യോഹന്നാൻ വലിയവനാക്കിയതും അപ്രകാരം തന്നെയാണ്. മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് തന്റെ അനുതാപ പ്രസംഗങ്ങളിലൂടെ ആനയിക്കേണ്ടതായ ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ അറിയുവാൻ, ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തുവാൻ, ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കാട്ടിക്കൊടുക്കുവാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്നുള്ളതാണ് സ്നാപക യോഹന്നാന്റെ ഈ അനുഗ്രഹീത സാക്ഷ്യവരണത്തിന്റെ പെരുന്നാളിലൂടെ എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളതായ സന്ദേശം.